ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പേഡ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ധൂപ് സിലി തോ ബിഖർ ഗയി കത്തരൻ കത്തരൻ ഛായായി ഇസ്സെ ക്യാ ദൃശ്യ ഉബർ ആതാ ഹെ. ഇതിൽ പറഞ്ഞിരിക്കുന്ന വരികളിൽ നിന്നും എന്ത് ദൃശ്യമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? അതായത് കവി തൻ്റെ വാക്കുകളിലൂടെ ഒരു ദൃശ്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ വരികൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ദൃശ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. इसका तात्पर्य है कि पेड़ ने जब धूप सिली और जब उस धूप या सूरज की किरणें जमीन पर पड़ी तो छायाएं छोटे छोटे टुकड़ों में कटकर चारों ओर बिखर गई. इसका तात्पर्य है कि എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പേടിനെ ജബ് ധൂപ്പ് സിലി, പേട് ധൂപ്പ് അതായത് വെയിലിനെ തയ്ച്ചപ്പോൾ, ഓർ ജബ് ഉസ് ധൂപ്പ് യാ സൂരജ് കി കിരണേ, എപ്പോഴാണോ ആ വെയിൽ അല്ലെങ്കിൽ സൂര്യന്റെ കിരണങ്ങൾ ജമീൻ പർ പടി ഭൂമിയിൽ പതിച്ചത്, तो छायाएं छोटे छोटे टुकड़ों में कटकर चारों ओर बिखर गई. ഛായായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഴല് എന്നായിരിക്കാം അല്ലെങ്കിൽ തണല് എന്നായിരിക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് നാല് പാടും ചിതറിപ്പോയി എന്നാണ്. जब पेड़ के पत्तों और टहनियों पर धूप गिरी तो उनकी छाया धरती पर ऐसे अलग अलग दिख रही थी जैसे वह टूट कर बिखर गई हो. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, ജബ് പേട് കെ പത്തോ ഓർ ടെഹനിയോ, എപ്പോഴാണോ മരത്തിൻ്റെ പത്തേന്ന് വെച്ചാൽ എന്താ ഇലകളിലും, അതുപോലെ തന്നെ ടെഹനി എന്ന് വെച്ചാൽ ബ്രാഞ്ചസിലും, എപ്പോഴാണോ ഈ മരത്തിന്റെ ഇലകളിലും അതുപോലെ തന്നെ ചില്ലകളിലും ഒക്കെ വെയിലടിച്ചത്, തോ ഉൻകി ഛായ, അപ്പോൾ അവയുടെ നിഴലുകൾ അല്ലെങ്കിൽ തണല് ധർത്തി പർ ആസെ അലഗ് അലഗ് ദിക് രഹി ഥി, ഭൂമിയിൽ അലഗ് അലഗ് ദിക് രഹി ഥി എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. ജൈസെ വ ടൂട്ട് കർ ബിഖർ ഗയി ഹോ, അത് പൊട്ടി ചിതറിയതുപോലെയാണ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതാണ് കവി ആ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ദൃശ്യം. ഇതിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ ചാപ്റ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഛായ എന്നുള്ളത് നിഴലെന്ന് മാത്രമാണ് പറഞ്ഞത്. നിഴല് എന്നുള്ള അർത്ഥത്തിലും തണല് എന്നുള്ള അർത്ഥത്തിലും ഛായ എന്ന് ഉപയോഗിക്കാം. അത് ഓരോരുത്തർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഓരോരുത്തർ എന്ത് രീതിയിലാണ് ആ വാക്കുകളെ അല്ലെങ്കിൽ ആ വരികളെ മനസ്സിലാക്കുന്നത് എന്ന് അനുസരിച്ചിട്ടാണ് അത് നിഴല് എന്നാണോ തണലെന്നാണോ ഉദ്ദേശിച്ചത് എന്ന് വ്യത്യാസം വരിക. അത് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താഴെ എഴുതിയിട്ടതാണ്. അപ്പോൾ നിഴല് എന്നുള്ള കാര്യം മാത്രമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഛായ എന്ന് പറഞ്ഞാൽ തണല് എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. മിട്ടി रंग हवा पानी को जोड़ा दिया तराश, इसका तात्पर्य क्या है? और सेकेंड क्वेश्चन का आंसर എന്താന്ന് വെച്ചാൽ, इस पंक्ति में कवि ने पेड़ को दर्जी की तरह दर्शाया है जो मिट्टी रंग पानी और आकाश को जोड़ता है. ഈ വരികളിൽ കവി മരത്തിനെ ഒരു ദർജി, ഒരു തയ്യൽക്കാരനെ പോലെയാണ് ദർശായ എന്ന് വെച്ചാൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ജോ മിട്ടി, ആരാണോ മിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മണ്ണ്, രംഗ് കളറ്, പാനി വെള്ളം, ഓർ ആകാശ്, ആകാശ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആകാശം സ്കൈ, ഇതിനെല്ലാം ജോഡ്താ ഹെ ജോയിൻ ചെയ്യുന്നത്. इसका तात्पर्य है कि पेड़ प्रकृति के विभिन्न तत्वों को आपस में जोड़कर सौंदर्य और जीवन का निर्माण करता है. ഇതിന്റെ ഉദ്ദേശം, ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേട് മരം പ്രകൃതിക്ക് വിഭിന്ന തത്വങ്ങൾക്കോ, പ്രകൃതിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങളെ ആപ്പസ് മേ ജോഡ്കർ, തമ്മിൽ യോജിപ്പിച്ച്, സൗന്ദര്യ ഓർ ജീവൻ കാ നിർമ്മാൺ കർത്താ ഹെ, ഭംഗി സൗന്ദര്യവും അതുപോലെ തന്നെ പുതിയ ഒരു ജീവന്റെയും നിർമ്മാണം നടത്തുന്നു. അതായത് സൗന്ദര്യം നിറഞ്ഞ ഒരു പുതിയ സൃഷ്ടി അവിടെ കൊണ്ടുവരുന്നു എന്നാണ്, നിർമ്മിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. രംഗ് മെഹക്കി ഹുയി സിലായി, ഇസ്കാ മത്ലബ് ക്യാ ഹെ? അപ്പോൾ ആ വരിയിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇസ്കാ മത്ലബ് ഹെ കി ജൈസെ ദർജി रंग बिरंगे कपड़े सिलकर उन्हें सुंदर बनाता है, वैसे ही पेड़ फूलों में सिर्फ रंग ही नहीं बल्कि सुगंध भी भरता है और पश्मीने जैसा उसे कोमल भी बनाता है. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണോ ഒരു ടൈലർ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയിൽ നല്ല സൗന്ദര്യത്തോടു കൂടി തയ്ക്കുന്നത്, അതുപോലെ തന്നെ വൈസേ ഹി എന്ന് വെച്ചാൽ അതുപോലെ തന്നെ എന്നാണ്. പേട് ഫൂലോമേ സിർഫ് രംഗ് ഹി നഹി, ഒരു മരം പൂക്കളില് കളറ് മാത്രമല്ല, ബൽക്കി സുഗന്ധ ബി ഭർത്താ ഹെ,
और പശ്മീനെ ജൈസ ഉസെ കോമൽ ബി ബനാത്ത ഹെ. അപ്പം ഒരു മരം ഒരു പൂവിലെ കളർ മാത്രമല്ല നിറയ്ക്കുന്നത്, അതിലെന്താണ് സുഗന്ധം നിറയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ പൂവിനെ പശ്മീനെ പോലെ സോഫ്റ്റ് ആക്കുന്നുണ്ട്. പശ്മീന എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു കമ്പിളി നൂലുകൾ അല്ലെങ്കിൽ കമ്പിളി വസ്ത്രങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കില്ലേ, അതുപോലെ കോമളമായിട്ടാണ് പൂക്കളെ നിർമ്മിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ വരികളിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വൻ കെ പേഡ് മേ വൻ കെ സ്വാദ് സിലേ ഹെ കാ മത്ലബ് ക്യാ ഹെ. അതായത് ആ വരികളിൽ നമ്മൾ ഈ വരികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത് കേട്ടോ. അപ്പോൾ ഈ വരികളുടെ അർത്ഥം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. इसका अर्थ है कि जंगल के पेड़ों में जंगल की विशेषता, उसका स्वाद और उसकी पहचान जुड़ी हुई है. हर पेड़ अपने वातावरण का प्रतिनिधित्व करता है. जैसे आम के पेड़ में आम का स्वाद होता है. यह पंक्ति प्रकृति की विविधता और उसकी पहचान को दर्शाती है. അതായത് ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് इसका अर्थ है कि ജംഗൽ കെ പേടോ മേ ജംഗൽ കി വിശേഷത. അതായത് ഒരു കാട്ടിലെ മരങ്ങൾക്ക് ആ കാടിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഉസ്കാ സ്വാദ് ഓർ ഉസ്കി പെഹച്ചാൻ ജുഡി ഹുയി ഹെ. അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, അതുപോലെ തന്നെ ആ ഒരു മരത്തിൻ്റെ ഐഡന്റിറ്റി തന്നെ ആ കാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പെഹച്ചാൻ എന്ന് പറയുന്നത് ഐഡന്റിറ്റി. ഹർ പേട് അപ്നെ വാതാവരൺ കാ പ്രതിനിധിത്വ കർത്താ ഹെ. ഓരോ മരവും അത് ഏത് പരിസ്ഥിതിയിലാണോ ഏത് ചുറ്റുപാടിലാണോ വളരുന്നത് എന്നുള്ളതിനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കും. വാതാവരണം എന്ന് വെച്ചാൽ ചുറ്റുപാട് കേട്ടോ. ജൈസെ ആം കെ പേഡ് മേ ആം കാ സ്വാദ് ഹോത്താ ഹെ. എങ്ങനെയാണോ ഒരു മാങ്ങയിൽ അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്, അതുപോലെ തന്നെ ഓരോ മരത്തിൻ്റെ ഫ്രൂട്ട്സിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വളരുന്ന ചുറ്റുപാട് അതൊക്കെ ഇതിനെ ബാധിക്കുന്നതാണ് എന്നാണ് ആ വരികളിൽ ഉദ്ദേശിക്കുന്നത്. യ പങ്ക്തി പ്രകൃതി കി വിവിധത. ഈ വരികൾ എന്താണ്? പ്രകൃതിയുടെ വിവിധത എന്ന് വെച്ചാൽ വൈവിധ്യം, ഡൈവേഴ്സിറ്റി, ഓർ ഉസ്കി പെഹച്ചാൻ, അതുപോലെ തന്നെ പ്രകൃതിയുടെ പെഹച്ചാൻ, അതിൻ്റെ ഐഡന്റിറ്റിയെയും കോ ദർശാത്തി എന്ന് വെച്ചാൽ അതാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്, അതാണ് ഇവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾ, ഓരോ തോട്ടങ്ങൾ അല്ലെങ്കിൽ കാടുകൾ, ഈ മരങ്ങളും ചെടികളും വളരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വളരുന്ന മരങ്ങൾക്കും ആ മരങ്ങളിൽ ഉണ്ടാവുന്ന പൂക്കൾക്കും അതുപോലെ കായ്കൾക്കും ഒക്കെ അതിൻ്റെ ചുറ്റുപാടിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പ്രകൃതിയിലെ ഓരോന്നിനും അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളുടെ ഡിസ്കോഴ്സസിലുള്ളതാണ്. കവിത മേ പേഡ് കിൻ കിൻ കോ സിൽത്താ ഹെ ചുൻകർ നീച്ചെ ലിഖേ. അപ്പം എന്തൊക്കെയാണ് ഈ പേട് തയ്ക്കുന്നതായിട്ട് കവിതയിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ്. ഘർ തയ്ക്കുന്നുണ്ടോ? ഇല്ല. ഘോസ്ലെ, ഹവായി, ധൂപ്പ്, കിനാരെ, ജമീനെ, ഫൂല്. ഇത്രയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ധൂപ്പ് എന്നുള്ളത് ഓൾറെഡി അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താഴെ എഴുതാം കേട്ടോ. സംബന്ധ് പെഹച്ചാനെ ഓർ ജോഡെ ബനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംബന്ധം എന്ന് വെച്ചാൽ റിലേഷൻ, തമ്മിലുള്ള ബന്ധം ഐഡന്റിഫൈ ചെയ്തിട്ട് ജോഡെ ബനായി എന്ന് വെച്ചാൽ പെയറാക്കുക. അപ്പോൾ ധൂപ്പിനായിട്ട് ബന്ധമുള്ളത് എന്തിനാണ്? ഛായ. മിട്ടീനായിട്ട് ബന്ധമുള്ളത് റംഗ്. പാനി, ആകാശ്, ഫൂൽ, പശ്മീനെ. अब അത് കഴിഞ്ഞില്ലേ. ഇനി കവിത से ये आशय वाले पंक्तियां चुनकर लिखें. धूप के सिलने से छायाएं बिखर गई. അപ്പോൾ അത് ഏത് വരികളാണ്? ധൂപ്പ് സിലി തോ ബിഖർ ഗയി കത്തിരൻ കത്തിരൻ ഛായായി. ഇതാണ് അതിന്റെ ആൻസർ അല്ലേ. പേട് ने रंग और सुगंध की सिलाई की. रंग महक की हुई सिलाई, फूल सिले पश्मीने. ആ രണ്ട് ലൈനാണ് വരിക. पेड़ ने मिट्टी, रंग, हवा और पानी को तराश के जोड़ा है. मिट्टी, रंग, हवा, पानी को जोड़ा दिया तराश. पेड़ ने प्रत्येक फल में अपना स्वाद भरा है. आम में आम के स्वाद सिले है, जामुन में जामुन के. വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ രണ്ട് വരിയും കൂടി എഴുതാം. ബാഗ് മേ ബാഗ് കെ സ്വാദ് സിലേ ഹെ, വൻ കെ പേട് മേ വൻ കെ. ഓക്കെ, അത്രയും കൂടെ ആ വരികൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി പറയുന്നത് എന്താണ്? ശബ്ദോ കാ ആപ്സി സംബന്ധ് പെഹച്ചാനെ സിലെ യാ സിലി സെ പൂരാ കരെ. അതായത് വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ട് സിലേന്നാണോ സിലിന്നാണോ ചേർക്കേണ്ടതെന്ന് നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. സിലെ ഘോസ്ലെ. അപ്പോൾ ഗോസ്ലേൻ്റെ അവിടെ സിലേ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലേയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ സിലേ എന്നാണ് എഴുതുന്നത്. ലേ അല്ല, എ എന്നുള്ള ഒരു ശബ്ദത്തിൽ അവസാനിക്കുന്നത്. പത്തേ. അപ്പോൾ സിലേ പത്തേ
രാവിലത്തെ എന്നാണ് എഴുതുക. സിലി ഹവായി, അവിടെ ഹവായി എന്ന് അവസാനിപ്പിച്ചപ്പോൾ സിലി എന്നാണ് എഴുതിയത്. കലിയ എന്ന് വരുമ്പോഴും സിലി കലിയ. സിലെ കിനാരെ നദിയ, കലിയ സിലി എന്നാണെങ്കിൽ നദിയാന്റെ അവിടെ എന്തായിരിക്കും, സിലി തന്നെയാണ് എഴുതുക. സിലി നദിയ, സിലി ജമീനെ, സിലി ഡാലിയ. ഓക്കെ, ഇനി കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേട് കോ ദർജി ക്യോ കഹാ ഗയാ ഹെ, ചർച്ച ചലായി കവിത കാ ആശയ ലിഖിയെ. അപ്പം പേടിനെ എന്തുകൊണ്ടാണ് ദർജി എന്ന് വിളിക്കുന്നത്, ഒരു തയ്യൽക്കാരൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കവിതയുടെ ആശയം എഴുതാനായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് पेड़ को इसलिए दर्जी कहा गया है क्योंकि पेड़ अपनी टहनियों पर घोंसले सिलता है, उसने हवाएं, धूप, मिट्टी, पानी और रंग को जोड़कर तराशा है. അപ്പോൾ പറയുന്നത് എന്താണ്, പേടിനെ ദർജി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, പേട് അപ്നി ടെഹനിയോ പർ ഘോസ്ലെ സിൽത്ത ഹെ, തൻ്റെ ശാഖകളിൽ തൻ്റെ ശിഖരങ്ങളിൽ എന്താണ് പല പക്ഷികളുടെ കൂടുകൾ തയ്ച്ചെടുക്കുന്നു. ഉസ്നെ ഹവായെ ധൂപ്പ് മിട്ടി പാനി ഓർ റംഗ് കോ ജോഡ്കർ തരാശ ഹെ, ഈ മരം കാറ്റ്, അതുപോലെ തന്നെ വെയില്, മണ്ണ്, ജലം, കളറ് എല്ലാം കൂട്ടിച്ചേർത്തിട്ട് വാർത്തെടുത്തിരിക്കുകയാണ്. पेड़ ने बहुत नदियों के किनारे और जमीने सिली है. ഈ മരം എന്താണ് ഒരുപാട് നദീതീരങ്ങളും കടൽ തീരങ്ങളും അതുപോലെ തന്നെ ജമീൻ എന്ന് വെച്ചാൽ ഭൂമി ഇതെല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഉസ്നെ ഫൂലോ മേ ഉൻകി റംഗ് മെഹക് ഓർ കോമൽത സിലി ഹെ, പിന്നെ പൂക്കളിൽ എന്താണ് പൂക്കളുടെ ആ കളറ്, ആ സുഗന്ധം, അതുപോലെ തന്നെ കോമൽത, ആ സോഫ്റ്റ് ആയിട്ടുള്ള നേച്ചർ, അതിന്റെ സോഫ്റ്റ്നെസ്, അതെല്ലാം ഈ മരം തയ്ച്ചെടുത്തതാണ് ഒരു പൂവില്. ഉസ്നെ ആം ഓർ ജാമുൻ മേ ഉൻകെ സ്വാദ് സിലെ ഹെ ഓർ ബാഗോ മേ ഉൻകാ സ്വാദ്. പല ബാഗ് എന്ന് വെച്ചാൽ തോട്ടങ്ങളിൽ തോട്ടത്തിൻ്റെതായ സ്വാദും, ഒരു മാങ്ങയിൽ അതിന്റെ സ്വാദും, ജാമുൻ എന്ന് വെച്ചൊരു ഞാവൽപ്പഴത്തിൽ അതിന്റെ സ്വാദും എല്ലാം തുന്നിച്ചേർത്തത് ഈ മരമാണ്. യഹാ पेड़ को दर्जी बोलने से कवि का मतलब है कि जिस प्रकार दर्जी सुंदर कपड़े सिलता है, उसी प्रकार जितनी सुंदर हमारी प्रकृति है उसे उसी तरह सुंदर बनाए रखने में पेड़ों का बहुत बड़ा योगदान है. അപ്പോൾ ഈ ഒരു കവിതയിലെ മരത്തിനെ ദർജി അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരൻ എന്ന് വിളിക്കുന്നതിലൂടെ കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ജിസ് പ്രകാർ ദർജി സുന്ദർ കപ്പടെ സിൽത്ത ഹെ, എങ്ങനെയാണോ ഒരു തയ്യൽക്കാരൻ ഭംഗിയുള്ള ക്ലോത്ത്സ് തയ്ച്ചെടുക്കുന്നത്, ഉസി പ്രകാർ ജിത്നി സുന്ദർ ഹമാരി പ്രകൃതി ഹെ, അതുപോലെ തന്നെ നമ്മളുടെ പ്രകൃതി എത്ര സുന്ദരമായതാണോ, ഉസേ ഉസി തര സുന്ദർ ബനായി രഖ്നേമേ, അതിനെ ആ സൗന്ദര്യത്തോടു കൂടി ബനായി രഖ്നേമേ എന്ന് വെച്ചാൽ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ തുടരാനായിട്ട് പേടോ കാ ബഹുത് ബഡാ യോഗ്ദാൻ ഹെ, അതിനെ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പേടോ കാ എന്ന് വെച്ചാൽ മരങ്ങളുടെ ബഹുത് ബഡാ യോഗ്ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് മരങ്ങളാണ് എന്നുള്ളതാണ്. യോഗ്ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്ദാൻ കർണ എന്ന് വെച്ചാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഈ പ്രകൃതി ഇപ്പം എങ്ങനെയാണോ ഉള്ളത് അതിനെ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മരങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് മോഡൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ആൻസേഴ്സ് ഒക്കെ തരുന്നത്. കവിത ആപ്കോ കാസേ ലഗി, अपना मत प्रकट करते हुए कवि के नाम पत्र लिखें. അപ്പോൾ ഈ കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ മത്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കവിയുടെ പേരിൽ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റിൽ ഓൾറെഡി ഔട്ട്ലൈൻ ഉള്ളതായതുകൊണ്ട് മേൾഭാഗത്ത് മാത്രമാണ് ഒരു ലൈൻ വരച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പം ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൽ തന്നെ എഴുതണം. ഇതിപ്പോൾ ലെറ്ററിൻ്റെ കേസിൽ മാത്രമല്ല ഡയറിയുടെ കേസിലും അങ്ങനെ തന്നെ. ആ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് അതിൻ്റെ ഫോർമാറ്റിൻ്റെ ഭാഗമാണ്, അതിന് മാർക്സ് ഉണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മുടെ അഡ്രസ്സ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ സ്വന്തം ഡീറ്റെയിൽസ് എഴുതരുത്. എന്തെങ്കിലും ഒരു ഒരു അഡ്രസ്സ്, റാൻഡം ആയിട്ടുള്ള ഒരു പേര് എഴുതി വെക്കുക, ഒരു ഡേറ്റ്. ഇപ്പോൾ ഇതിൽ എഴുതിയേക്കുന്നത് ജൂഹി കോളനി, കൊല്ലം, 1 ജൂൺ 2025 എന്നാണ്. അപ്പോൾ ഡേറ്റും എഴുതിയിട്ടുണ്ട്, പ്ലേസും ഡേറ്റും എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രിയ സുശീൽ ശുക്ലജി, കവിയുടെ പേരെന്താണ്, സുശീൽ ശുക്ല എന്നാണ്. പ്രിയ സുശീൽ ശുക്ലജി, ആശാ കർത്തി ഹൂ കി സബ് കുശൽ മംഗൽ ഹെ, എല്ലാം ഓക്കെ ആണ്, താങ്കൾ ഓക്കെ ആണെന്ന്
ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഇവിടെ ആണെങ്കിൽ ബോയ്സ് എഴുതുമ്പോൾ ആശ കർത്താ ഹൂ എന്ന് എഴുതണം. ഇതിപ്പം ഞാൻ ഫീമെയിൽ ആയതുകൊണ്ടാണ് ആശ കർത്തി ഹൂ എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. मैंने आपकी कविता पेड़ पढ़ी और मुझे यह कविता बहुत अच्छी लगी. എന്നിട്ട് നമ്മൾ പറയാണ്, നമ്മളോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ കവിത വായിച്ചതിന് ശേഷം നമ്മുടെ അഭിപ്രായം എഴുതി അറിയിക്കാനാണ്. അപ്പം ഞാൻ താങ്കളുടെ കവിതയായിട്ടുള്ള പേട് വായിച്ചു, और मुझे यह कविता बहुत अच्छी लगी. എനിക്ക് ഈ കവിത ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതുന്നത്. इसी विषय के बारे में बात करने के लिए मैं आपको यह पत्र लिख रही हूँ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ താങ്കൾക്ക് ഈ ഒരു लेटर एഴുതുന്നത്. मैंने पेड़ के बारे में अनेक कविताएं पढ़ी है, मगर किसी भी कविता में ऐसी अनोखी ढंग में पेड़ को प्रस्तुत करते हुए नहीं देखा. അപ്പോൾ പറയുന്നത് मैंने पेड़ के बारे में, ഞാൻ മരങ്ങളെ കുറിച്ചിട്ട് अनेक कविताएं पढ़ी है, ഒരുപാട് കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. मगर किसी भी कविता में, പക്ഷെ വേറൊരു കവിതയിലും ऐसी अनोखी ढंग में पेड़ को प्रस्तुत करते हुए नहीं देखा. അനോഖി ढंग എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ഒരു രീതിയിൽ, ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു മരത്തെ ചിത്രീകരിക്കുന്നതായിട്ട് ഞാൻ മുൻപ് കണ്ടിട്ടില്ല എന്നാണ് ആ വരിയുടെ അർത്ഥം. मैंने जब कविता की पहली 2 पंक्तियां पढ़ी तो सोच में पड़ गई कि आपने पेड़ को दर्जी क्यों बुलाया है. ഞാൻ കവിതയുടെ ആദ്യത്തെ 2 വരികൾ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്കാണെങ്കിൽ ഡൗട്ട് വന്നു, എന്താണ് താങ്കൾ എന്തുകൊണ്ടാണ് മരത്തിനെ ദർജി എന്ന് വിളിച്ചിട്ടുള്ളത്, തയ്യൽക്കാരൻ എന്ന് വിളിച്ചിട്ടുള്ളത് എന്ന്. फिर जब पूरी कविता पढ़ी तो पता चला कि आपने ऐसा क्यों किया. എന്നിട്ട് പിന്നീട് ബാക്കി കവിത കൂടി വായിച്ചപ്പോൾ, കവിത കംപ്ലീറ്റ് ആയിട്ട് വായിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായത്. पेड़ों में कई घोंसले रहते हैं जो अनेक पक्षियों के द्वारा बनाई जाती है. മരങ്ങളിൽ ഒരുപാട് ഘോസ്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുകൾ ഉണ്ടായിരിക്കും, അത് പല പല പക്ഷികൾ ഉണ്ടാക്കുന്നതാണ്. पेड़ ने धूप और हवाएं भी सिली है तो उस धूप से छाया भी वही हमें देता है. പിന്നെ മരമാണ് എന്ത് ചെയ്യുന്നത്, ധൂപ്പ് വെയിലിനെ തയ്ച്ചിട്ടുള്ളത്. വെയിലിനെ തയ്ച്ചത് മരമാണെങ്കിൽ തണലും നിഴലും ഒക്കെ തയ്ച്ചതും ആരെന്നെയാണ്, പേട് തന്നെയാണ്, മരം തന്നെയാണ്. पेड़ ने हवा पानी रंग मिट्टी और आकाश को जोड़कर इस प्रकृति को तराश दिया है. എന്താണ്, ഈ മരം തന്നെയാണ് കാറ്റ്, ജലം, കളർ, മണ്ണ്, ആകാശം ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് വാർത്തെടുത്തിട്ടുള്ളത്. पेड़ ने किनारे और जमीने भी सिली है. തീരങ്ങളും അതുപോലെ തന്നെ ഈ കാണുന്ന ഭൂമിയും എല്ലാം മരം തന്നെ തയ്ച്ചെടുത്തതാണ്. फूलों में रंग गंध और कोमलता सिलने वाला भी पेड़ ही है. പൂക്കളില് കളറ്, അതുപോലെ തന്നെ മെഹക്ക് അല്ലെങ്കിൽ ഗന്ധ് എന്ന് പറഞ്ഞ സുഗന്ധം, അതുപോലെ തന്നെ അതിന്റെ കോമലത, ഇതെല്ലാം തയ്ച്ചു എടുത്തിട്ടുള്ളത് ആരാണ്, മരം തന്നെയാണ്. आम और जामुन जैसे फलों और उनके बागों में उनका स्वाद सिलने वाला भी पेड़ ही है. അതായത് മാമ്പഴം, അതുപോലെ തന്നെ ഞാവൽപ്പഴം തുടങ്ങിയ ഫലങ്ങളിലെ അതിന്റെ ടേസ്റ്റ്, അവയുടെ തോട്ടങ്ങളിലെ അതിന്റെ ടേസ്റ്റ് എല്ലാം തുന്നിച്ചേർത്തതും ഈ മരം തന്നെയാണ്. आपकी पेड़ नामक यह कविता पढ़ने से पहले मैंने सोचा नहीं था कि हमारे प्रकृति को एक साथ जोड़कर रखने में पेड़ एक दर्जी की भूमिका निभाता है. അപ്പോൾ ഈ ഒരു കവിത, താങ്കളുടെ പേട് എന്ന് പേരുള്ള ഈ കവിത വായിക്കുന്നതിന് മുൻപ് ഇതിൽ 2 ലൈൻ ഉണ്ട് കേട്ടോ. ഞാൻ എന്നുള്ള മേ ആണ് ഇവിടെ. മാനെ സോച്ച നഹി ഥ, ഞാൻ കരുതിയിട്ടില്ല. ഇതിൽ അത് എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. ഇതില് ഞാൻ എന്നുള്ള മേയാണ്, ഇവിടെ 2 ലൈൻ വരച്ചിട്ട് ഒരു ഡോട്ട്, അങ്ങനെയാണ് കേട്ടോ. മാനെ സോച്ച നഹി ഥ, ഈ പേട് എന്ന് പറഞ്ഞ ഈ ഒരു കവിത, താങ്കൾ രചിച്ച ഈ ഒരു കവിത വായിക്കുന്നതിന് മുൻപ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കി എന്തെന്ന് വെച്ചാൽ ഹമാരെ പ്രകൃതി കോ ഏക് സാത്ത് ജോഡ്കർ രഖ്നെ മേ പേട് ഏക് ദർജി കി ഭൂമിക നിഭാത്ത ഹെ. നമ്മളുടെ പ്രകൃതിയെ ഇതുപോലെ ഏക് സാത്ത് ജോഡ്കർ രഖ്നെ മേ എന്ന് വെച്ചാൽ ഒന്നിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നതില് പേട് ഏക് ദർജി കി ഭൂമിക എന്ന് വെച്ചാൽ മരം ഒരു തയ്യൽക്കാരന്റെ, ഭൂമിക എന്ന് വെച്ചാൽ റോള്, നിഭാത്ത ഹെ ഒരു റോളാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മൂവീസിൽ റോള് ചെയ്യില്ലേ ഓരോ നടന്മാര്, അതുപോലെ പ്രകൃതിയെ ഒന്നായി കൂട്ടിച്ചേർത്ത് വെക്കുന്നതിൽ മരങ്ങൾക്ക് ഇത്രയും വലിയൊരു റോൾ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരന്റെ പോലത്തെ ഒരു റോൾ ഉണ്ട് എന്ന് ഞാൻ ഈ കവിത വായിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഇസ് കവിത കോ പഠ്നെ കെ ബാദ് മേ, വീണ്ടും മേലെ 2 ലൈൻ ഉണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിൽ വന്ന മിസ്റ്റേക്കാണ്, നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് എഴുതണം, അല്ലെങ്കിൽ ഞാൻ നോട്ട്സ് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ
കറക്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളത് നോട്ട്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇസ് കവിത കോ പഠ്നെ കെ ബാദ് മൈ पेड़ों के संरक्षण के प्रति और भी जागरूक हो गई हूँ. അപ്പോൾ ഈ കവിത വായിച്ചതിന് ശേഷം ഞാൻ പേടോ കെ സംരക്ഷൺ കെ പ്രതി മരങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഓർ ബി ജാഗരൂക് ഹോ ഗയി ഹൂ എന്ന് വെച്ചാൽ കൂടുതൽ ജാഗരൂകയായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബോയ്സ് ആണെങ്കിൽ ഓർ ബി ജാഗരൂക് ഹോ ഗയാ ഹൂ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. यह कविता पढ़ने के बाद प्रकृति और पेड़ों के प्रति मेरा प्यार और भी बढ़ गया है. ഈ ഒരു കവിത വായിച്ചതിന് ശേഷം പ്രകൃതിയെ പ്രതിയും അതുപോലെ തന്നെ മരങ്ങളെ പ്രതിയും എൻ്റെ സ്നേഹം വളരെ അധികം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. मैं भविष्य में आपकी और कविताएं पढ़ना चाहूंगी. ബോയ്സ് ഇവിടെ എന്താ എഴുതണം? ചാഹൂങ്ക എന്ന് എഴുതണം കേട്ടോ. അപ്പം ഞാൻ ഭവിഷ്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ താങ്കളുടെ കൂടുതൽ കവിതകൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആപ്കി ഏക് പ്രശംസിക എന്നിട്ട് പേര് എഴുതുക. ഓക്കെ, ആപ്കി ഏക് പ്രശംസിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽവിഷർ എന്നാണ്, പ്രശംസിക്കുന്ന ഒരാൾ, ഒരു വ്യക്തി. ബോയ്സ് ആണെങ്കിൽ ആപ്ക ഏക് പ്രശംസക് എന്ന് എഴുതുക. അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.